ഇന്ന് ചാന ഫൊറോണ്ടെ ഒന്ന് ചേർന്ന് ആഘോഷിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു സുദിനമാണ്. നമുക്കറിയാം, ചാന ഫൊറോൺ എല്ലാ കുടുംബങ്ങളും ഒന്ന് ചേർന്ന് ഇന്ന് വിശുദ്ധ ബലിയിൽ പങ്കുചേരാൻ പോവുകയാണ്. എല്ലാ ഇടവകയും ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തികളെയും നമുക്ക് പ്രത്യേകമായി ഈ ബലിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. And today we have with us the great personality, Bombay Archdiocese Emeritus Bishop Alvin de Silva. So when I told him, so today we are celebrating Henosia Tane Forende, she was very happy to be with us. He told that I am ready to come there and I will be celebrating the Mass with you and I will be give the message for you. So, dear His Excellency Bishop, on behalf of all the Tane Foreign family and all the fathers, sisters gathered here, we welcome you to this gracious, graceful and holy day and holy Kurbana. നമുക്കൊരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥനാപൂർവം നമ്മുടെ നിയോഗത്തെ സമർപ്പിച്ച് താന ഫൊറോനിൽ ഓരോ വ്യക്തികളെയും കുടുംബത്തെ സമർപ്പിച്ച് കർത്താവിൻ്റെ അഭിഷേകം നമ്മിലേക്ക് കടന്നു വരുവാൻ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സകല വിശുദ്ധരോട് ചേർന്ന് ഏറ്റവും ഭക്തിയോടുകൂടി നമുക്ക് ഈ ബലിയിൽ ഭക്തിപൂർവം പങ്കുചേരാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീക ഒരുമയോടെ ബലിയർപ്പിക്കാം. നവമൊരു പീഠമൊരു കീട ഗുരുവിൻ സ്നേഹമൊഴിയാകം തിരുമുൻപാകിൽ നടശീല അന്നാസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീക ഒരുമയോടെ ബലിയർപ്പിക്കാം. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശ്വരന് സ്തുതിഗീതം. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ
അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പുത്രനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്ര സ്നേഹിച്ച അവിടുന്നമായ കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. തന്നെ ശൂന്യനാക്കി ദാസന് ധരിച്ച മനുഷ്യ കർത്താവിനെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി ഏറ്റുപറഞ്ഞ് ഞങ്ങൾ ആരാധിക്കുന്നു. വിശുദ്ധ രഹസ്യങ്ങളെ പരികർമ്മം ചെയ്യുവാനും മനുഷ്യാവതാരത്തിൻ്റെ മഹനീയ ഫലങ്ങൾ നേടുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അയൽവാസികളെ ദ്രോഹിപ്പതിനായി കൈക്കൂലിയും വാങ്ങാത്തവനും ഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാകിൻ മാതലയെങ്കിൽ യോഗ്യതയുള്ളോ Lord our God, when the sweet fragrance of your love walks over us, and when our souls are enlightened with the knowledge of your truth, may we be found worthy to receive your beloved Son as he appears from the heaven. May we also glorify you and praise you unceasingly in your church. We are crowned like a spouse with every goodness and grace. For you are the Lord and Creator of all forever and ever. Amen. എന്റെ കർത്താവേ, ദേശികമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകും. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. സകലത്തിന്റെയും നാഥ
എന്നേക്കും. വിശുദ്ധരിൽ സമീതനായി വസിക്കുന്ന പരിശുദ്ധനും സുതരകനും ബലവാനും വർദ്ധനമായ കർത്താവ്, അങ്ങയുടെ സ്വഭാവത്തിനും എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാമുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഒന്നാം വായന പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 3-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവേ, മാതാപിതാക്കന്മാരോടുള്ള കടമകൾ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുവിൻ. സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. സർവജ്ഞനായ ഭരണകർത്താവ് തന്റെ ഭവനത്തിൽ വസിക്കുന്ന വിസ്മയനായ പരിപാലകൻ, സകലനന്മകളുടെ സൗഭാഗ്യങ്ങളുടെ മറുപടവുമായ ദൈവമേ, ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വിശുദ്ധ പൗലോസ് കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് യോഗ്യമാംവിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. കുട്ടികളെ, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. ഇത് കർത്താവിന് പ്രീതികരമത്രേ. പിതാക്കന്മാരെ, നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത്. പ്രകോപിപ്പിച്ചാൽ അവർ നിരുന്മേഷകരാകും. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമതുവാ
നമുക്കായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 2 വാക്യങ്ങൾ 13 മുതൽ 14 വരെ, 19 മുതൽ 23 വരെ. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹെരോദ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടൻ അന്വേഷണം തുടങ്ങും. അവനോട് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെരോദസിന്റെ മരണശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കുവാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അർക്കലാവോസാണ് പിതാവായ യോഹന്നസിന്റെ സ്ഥാനത്ത് യൂദായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകുവാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുന്ന പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെടുന്നു നിവൃത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തു. My dear friends, you must be wondering why I am here. When Father Biju came with the other priests to invite me, I preferred to come here for Mass instead of the cultural program. And there was a reason why I chose to come for the Mass, for the Eucharist. Because I believe that the rites should not to keep us apart. You may belong to one rite and I may belong to another rite. But the more important thing is our baptism. You and I are baptized, and you and I are called to be disciples of Jesus. And no matter what rite we follow, we are all baptized. And therefore you and me and the priests are all equal, because we all share in the baptism of Christ. And that is why I am here, to show my solidarity, that as the Bishop of the Latin Rite, I am quite comfortable to also offer this Eucharist in your rite. Today marks a very important day in the church. We mark a moment of profound grace as we inaugurate the ordinary Jubilee year 2025. In all our churches, in the Universal Church, Pope Francis inaugurated the Jubilee year on the 24th of December 2024. And may this year be of abundant blessings for our church, our families and our communities. The opening of the holy door of St. Peter's Basilica by the Holy Father in the Rome marked the opening of the Jubilee year 2025. Today the Jubilee year is inaugurated in all the dioceses and in the whole world. And the symbol of the Jubilee year is the cross. The cross, which is like an anchor deeply rooted in Christ. So the holy door symbolizes, when we open that door and we walk through to the altar, it symbolizes a passage to salvation, the path to a new and eternal life opened by Jesus.
where everyone is invited to come in. So during the Jubilee year, all of us are invited by the Lord to come in, to come close to Him, and to be with Him. It is a year of renewal. It's not mainly celebration and a lot of events, but it is a year of grace. In the Bible, we have various pilgrims, a lot of pilgrimage, and it starts with Abraham. Abraham undertook a pilgrimage. The Israelites traveled from Egypt to the desert to the promised land. And Jesus also, I think in today's gospel, as you heard, traveled with Joseph and Mary. First to Bethlehem, then to Egypt. They traveled together. And St. Paul is famous for his travels. He went to Corinth, he went to Ephesus, he went to all the places preaching the gospel. So I think one important aspect of this Jubilee year is the theme. They are pilgrims of hope. I think if you look around the world, a lot of problems. There's wars going on, there are fights, there are communal riots. And so Pope Francis says that we need to have hope. I think all of us are anxious. All of us are sometimes sorrowful. All of us are sometimes sad. Pope Francis is telling us to have hope. And we have to be pilgrims of hope. Not to give up, but to be, agents of hope. So today you are celebrating, I think the Foreign Day, where all of you all have come together. And I think Pope Francis has a special message for all of you. He says, you as a community, or maybe you as a family, should celebrate this Jubilee year. So it should not be individuals, of course also individuals, but you as a community in your parish, you as your family, you have to experience this pilgrim. I do not know whether you have. So in the Latin Church, we have taken 3 shrines: Mount Mary Basilica, then Uttan, and also Kharcha. So the fathers are telling me that this also is a shrine. I think we need to visit this shrine during this pilgrim year, during this Jubilee year. But not only as individuals. And when you visit as a family or as a community, let's not make it a picnic. We come here, then we have a picnic, and we have food outside. But let this be a real pilgrimage of hope, where families who are suffering or communities which are suffering, they come here and they experience hope. So this is my prayer for you today as you celebrate this, in the Latin Church we call Deanery Day. As you celebrate this day, keep this in mind during the whole year, that we need to be pilgrims of hope. Hope in our own families, and hope in our community, and hope in the world. And may this Jubilee year be an experience where we come close to Jesus. Abraham, when he started his journey, he started and then he came close to God. The Israelites, during the Exodus, they started the journey and they came close to God. Also Mary and Joseph, they came for a pilgrimage and they came to experience God. So let us, this year, this Jubilee year, be a year of hope
be a year where we come close to God. I wish you all the best, and I know you have played a very important role in our Thane Deanery, even though we don't meet often, and you have your Mass and we have our Mass. But I think the Syro Malabar Church has played a very important role in deepening the faith of people, in taking care of them, in supporting the people. And you have played a very important role, and the priests have played a very important role. So I pray for all of you, and I wish you all the best. സന്തോഷം ഉത്സാഹത്തിൽ നിന്ന് മനുഷ്യനായി വിഷയ ധ്യാനിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങളെ സ്തുതിക്കുന്നു എന്ന് പറയാം. ചക്കന്മാരെയും ദിവ്യശിശുവിന്റെ സൗന്ദര്യക്ക് നയിച്ച ദൈവമേ, തന്റെ തിരുക്കുമാരന്റെയും മനുഷ്യാവതാരം വഴി എളിമയുടെയും താഴത്തിന്റെയും മാതൃക കാട്ടി സമാധാനം പ്രത്യാശയം നൽകി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, പാപമൂലം അടിക്കപ്പെട്ട പ്രതിസാടെ വാതിൽ ദുർനതറിലും മനുഷ്യശരീരമെടുത്ത് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനും അങ്ങയുടെ പ്രിയസുഖനെ അയച്ച ദൈവമേ, തന്റെ ഏകജാതനെ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ അവർക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിന് അവയെ നൽകാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവമേ, ദാസന്റെ രൂപം ധരിച്ച് കാലിൽ കൊണ്ടുവരുന്ന ദിവ്യസുഖൻ വഴി പതിതരെയും പാവപ്പെട്ടവരെയും തന്നിലേക്ക് അടുപ്പിച്ച ദൈവമേ, മിശിഹയുടെ സകലരുടെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തയും ഞങ്ങളുടെ പിതാവിനും പിതാധീക്ഷണമായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ, പുത്രനായ മിശിഹായുടെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും ശാന്തിയും സമാധാനം ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമേ, കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തകനോടൊപ്പം ഞങ്ങൾ ഏറ്റു പറയുന്നു. അങ്ങേ കൃപാപൂരിതമായ കരങ്ങളിൽ ഞങ്ങളെ വഹിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളുടെ കല്യാൺ രൂപതയെ അങ്ങേ തൃക്കരത്തിന് കീഴിൽ വളർച്ചയുടെ പടവുകൾ പിന്നിടുവാൻ കഴിഞ്ഞ അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നാൾ വരെ ഞങ്ങളെ നയിച്ച അഭിമന്യ തോമസ് ലീനാൽ പിതാവിനെ നിറഞ്ഞ മനസ്സോടെ ഞങ്ങൾ ഓർക്കുന്നു. ആടുകളുടെ മണമുള്ള നല്ല ഇടയനായി തൻ്റെ അജപാലന ശുശ്രൂഷയാൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സ്നേഹത്തിലേക്ക് നയിച്ച പിതാവിൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും നന്ദിയോടെ സ്മരിക്കുമ്പോൾ ഇനിയും പിതാവിൻ്റെ കരങ്ങളെ അങ്ങ് അഭിഷേകമായി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം എല്ലാ പന്നി വൈദികരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രൂപതയെ മലമോളിൽ ഉയർത്തപ്പെട്ട ദീപം പോലെ മറ്റെല്ലാവർക്കും അങ്ങേ സ്നേഹത്തിന് സാക്ഷ്യമായി നിലകൊള്ളുവാൻ ഇനിയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഐക്യത്തിന്റെ അഭിഷേകത്തിലേക്ക് ഓരോ നിമിഷവും ഞങ്ങളെ വളർത്തുന്ന സ്നേഹപിതാവെ, ഒന്നു ചേർന്ന് ഫലം പുറപ്പെടുപ്പിക്കാൻ അങ്ങ് തിരഞ്ഞെടുത്ത ഞങ്ങളുടെ ഫൊറോനയ്ക്ക് കീഴിലുള്ള 4 ഇടവകളെയും ഞങ്ങളെ നയിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട വൈദികരെയും ഓർത്ത് നന്ദി പറയുന്നു. ഇവരിലൂടെ ഇവരുടെ പ്രവർത്തനങ്ങളിലൂടെ തിരുസഭ മഹത്വപ്പെടട്ടെ. ഈ ഫൊറോനയിൽ സേവനമനുഷ്ഠിക്കുന്ന ഞങ്ങളുടെ എല്ലാ സിസ്റ്റേഴ്സിനെയും അങ്ങേ അഭിഷേകത്താൽ ഇനിയും വഴി നടത്തി തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടത്തോട് നന്ദി പറയും. നല്ല ദൈവമേ, അങ്ങ് ദാനമായി കരുണ നൽകിയ വിശ്വാസികളുടെ സമൂഹത്തെ ഇടവകയോടും ഇടയനോടും ചേർന്ന് നിന്ന് തങ്ങളുടെ വിശ്വാസ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന ഞങ്ങളുടെ ഫൊറോനയിൽ ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. രോഗികളായ അങ്ങയുടെ എല്ലാ മക്കൾക്കും ആരോഗ്യവും സമാധാനവും നൽകണമേ. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങൾ എല്ലാവരും അങ്ങയുടെ ശാശ്വതമായ സ്നേഹത്തിലായിരുന്ന് തങ്ങളുടെ വിജ്ഞാനവും ഊർജവും നന്മയ്ക്കായി ഉപയോഗിക്കാനും കുഞ്ഞുമക്കൾ വിശ്വാസ തീഷ്ണതയിൽ വളർന്നു വരുവാനും അനുഗ്രഹിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ,
ദൈവം ഞങ്ങളെ പങ്കുരാക്കളെ തിരുക്കുമാൻ നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും നീതിമാനെ മറിയത്തിനോടും വിരുദ്ധരാഷ്ട്രങ്ങളോടും നന്ദി ചേർന്ന് പ്രതിമയമായി പൈതൃകനെ സ്വീകരിച്ച് ആരാധിക്കുന്നു. ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും വിശുദ്ധ അവതരിക്കുവാനും ദൈവമക്കൾ ഉചിതമായി ജീവിതം നയിക്കുവാനും ഞങ്ങളെ ഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ദിവ്യരൂപായും സ്തുതിയെന്നും ദൈവാംബികയെയും മാന്യോസെപ്പിനെയും സാഗരമൂർത്തിയില പാവനമി ബലിയിൽ സർവരുമൊന്നായി പാടിയിടത്തെ ആമേനാമേ. മാർത്തോമായെയും നിണസാക്ഷികളെയും സത്കർമ്മികളെയും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃഗരെല്ലാരും നിൻ മഹിമത്താരത്തിൽ ശരണം തേടുന്നു. പ്രാർത്ഥനയും
സർവശക്തനും പിതാവുമായ ഏകദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പാത്രിയാർക്കന്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും അവരായി ജീവിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വാസത്തിൽ വിശ്വാസികളുമായ എല്ലാവരുടെ ഭർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുകയും മിഷയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്താൻ രക്ഷിക്കുകയും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. ആശീർവദിക്കണമേ എന്റെ സഹോദരനെ. ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സുന്ദരമായ ദൈവമേ, അനുസ്മരത്തിന്റെ കാലബോധന സൃഷ്ടാവുമാകും അഗ്രാഹ്യം അവനെയോ മഹുദ നിർവഹിക്കുന്ന നമുക്ക് രാജാപമാകും തന്നെയാകുന്നു. ിൽ പൂർത്തിയാക്കിയ അത്ഭുതാവഹവും പൈതൃകവും രക്ഷാപദ്ധതി വഴി പുതുജീവൻ നൽകി ഞങ്ങൾ വികരിക്കുകയും പരിശുദ്ധാചാരം നൽകുകയും ചെയ്തു. ഞങ്ങൾ അയോഗ്യരാണെങ്കിലും പരിശുദ്ധമായ ദിവ്യങ്ങൾ അറിയുവാനും സമീപിക്കുവാനും പൂർത്തീകരിക്കുവാനും സ്വീകരിക്കുവാനും ഇവിടേക്ക് ഭവിക്കുവാനും അങ്ങയുടെ കൃപയാൽ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ കൃപയാലും കരുണയാലും അങ്ങ് ദിവസത്തിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടി. സഹോദരൻ വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം തന്നെ ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്ന ശുശ്രൂഷിക്കുകയും ഭയഭക്തി ജനമായ രസകൾ ഉദാസ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താട്ടി വിചാരങ്ങൾ സ്വർഗത്തിൽ ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നു. സമാധാനം നമ്മുടെ കൂടെ. ദൈവപിതാവിൻ സ്നേഹമതും രൂപാതൻ സഹവാസമേ നമ്മോടുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരത്തെ
ദൈവത്തിനു ബലി അർപ്പിപ്പൂ. കർത്താവായ ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി അങ്ങയുടെ പരിശുദ്ധ നാമത്തെ എന്നും എല്ലായ്പ്പോഴും എവിടെയും ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യുക ഉചിതമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ദൃശ്യവും അദൃശ്യമായ സകലത്തിന്റെയും സൃഷ്ടാവും കർത്താവും അങ്ങാകുന്നു. അങ്ങയുടെ മഹത്വത്തിന്റെ പ്രകാശവും സത്യയുടെ പ്രതിച്ഛായമായ വിരാതനും ദൈവവുമായ വചനം വഴി ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും അങ്ങ് സൃഷ്ടിച്ച് ക്രമപ്പെടുത്തി. പിതാവായി അങ്ങിൽ നിന്നുള്ളവനും സത്യാത്മാവുമായ പരിശുദ്ധാത്മാവ് സകല സൃഷ്ടികളെയും ശക്തരാക്കുകയും പൗത്രീകരിക്കുകയും അങ്ങയുടെ ആരാധ്യമായ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുവാൻ അർഹരാക്കുകയും ചെയ്തിരിക്കുന്നു. ത്രിത്വൈക ദൈവമേ, അങ്ങയുടെ സന്നദ്ധിയിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായ വാനവഗണങ്ങൾ ആനന്ദപൂർവം തിരുനാമം നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവേ, തുല്യരും അവാച്യരുമായ മൂന്നാളുകളായി ഏറ്റുപറയപ്പെടുന്ന അങ്ങയുടെ പരമപരിശുദ്ധിയുടെ മുമ്പാകെ എല്ലാ സ്വർഗീയ ഗണങ്ങളും സദാ സ്തുതികൾ അർപ്പിക്കുന്നു. അവരോട് ചേർന്ന ബലഹീനരായ ഭക്തിഗണം പരമോന്നതനായ അങ്ങയെ പാടി സ്തുതിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ഞങ്ങളെ ആരാധിക്കുകയും സകലമാർഗമായി ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മനുഷ്യനായി രക്ഷയ്ക്ക് വേണ്ടി ഏകജാതനമത്തരവുമായ ദൈവം ഞങ്ങൾ സമർപ്പണിക്കാതെ അവിടെ സ്വർഗത്തിറങ്ങി പരിശുദ്ധാത്മ ശക്തിയാൽ കനിക ദോഷം ധരിച്ചു. മധ്യമായ ശരീരവും അമധ്യമായ ആത്മാവും സ്വീകരിച്ചു. ലോകസൃഷ്ടികൾ തന്നെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മഹനീയവും സുരക്ഷാവധി മുഴുവൻ കഥയിലോട് തലങ്ങൾ വഴി നിറവേറ്റുകയും പൂർത്തിയാക്കുകയും ചെയ്യുന്നു. പിന്നെ പൂർണ്ണപ്പെടുന്നോടത്തിൽ വസിക്കുന്നു. ആദ്യജാതനുമാകുന്നു. സകലത്തിന്റെയും പൂർത്തീകരണം പൂർത്തിയാക്കുന്നവനോട് നാവുന്നു. നിർമ്മലമായ ദൈവത്തിന് ബലി അർപ്പിക്കുകയും ചരിത്രമൊരിക്കൽ പത്രാർപ്പണത്താൽ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്തു. ചരിത്രത്താൽ സ്വർഗത്തെ ബലപ്പെടുത്തി ഞങ്ങളെ പാപം നിമിത്തം അവിടുന്ന് ഏൽപ്പിച്ച് കൊടുക്കത്തുകയും ഞങ്ങളെ നീതിയിരിക്കുവാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്റെ വിശുദ്ധ സ്നേഹന്മാരോടുകൂടി മഹനീയവും
പരിശുദ്ധവും ദൈവികവുമായ രഹസ്യം ഈശോ പരികർമ്മം ചെയ്തു തന്റെ പരിശുദ്ധമായ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് അരുൾ ചെയ്തു, ഇത് ലോകത്തിന്റെ ജീവനു വേണ്ടി പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കസമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്ഷമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിനോട് കൽപ്പിച്ചതുപോലെ ദാസർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. മനുഷ്യർക്ക് രക്ഷ നൽകിയ സമൃദ്ധവും പൈതൃകവും പച്ചത്വവും ദൈവികവുമായ രഹസ്യം എല്ലാവരും നിസ്സാരവുമായി ഞങ്ങൾ നിന്റെ കൃപയാൽ അനുഷ്ഠിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ഉന്നതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവകുഞ്ഞാടിന്റെ രഹസ്യമാകുന്ന സജീവവും പരിശുദ്ധവും സ്വീകാര്യവുമായ ബലി നുറുങ്ങിയ ഹൃദയത്തോടും എളിയ ആത്മാവോടും കൂടെ അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ മുൻപാകെ ഞങ്ങൾ അർപ്പിക്കുന്നു. പാപമോചനത്തിനായി അർപ്പിക്കപ്പെടുന്ന നിർമ്മലവും പരിശുദ്ധവുമായ ബലിയിൽ അങ്ങ് സംപ്രീതനാകണമേ. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും എന്നും വസിക്കുവാൻ ഇടയാക്കണം. കലഹങ്ങളും ഭിന്നതകളും പീഡനങ്ങളും വിഭാഗീയതകളും സഭയിൽ നിന്നും അകറ്റണം. നിർമ്മല ഹൃദയത്തോടെ മനസ്സോടും പൂർണ്ണ സ്നേഹത്തോടും കൂടി ഞങ്ങളെല്ലാവരും ഐക്യത്തിൽ ജീവിക്കുവാൻ ഇടയാക്കണമേ. സത്യത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന സാർവത്രിക സഭയുടെ പിതാന്തരനായ മാർ ഫ്രാൻസിസ് പാപ്പ, നിങ്ങളുടെ സഭയുടെ പിതാന്തരനായ മേജാജ് ബിഷപ്പ് റാഫേൽ മെത്രാപ്പൊലീത്തൻ, നിങ്ങളുടെ പിതാമധ്യക്ഷന്മാർ മാർ തോമസ് മെത്രാനി, നിങ്ങളുടെ ഒപ്പവുമായിരിക്കുന്ന മാർ ആൽവിൻ പിതാവിനെ, സമർപ്പിതരും ശംശാന പുരോഹിതന്മാരും ശംശാനമാരും സമർപ്പിതരുമായ പ്രേക്ഷകർ തിരുമുമ്പിൽ നിർമ്മല ഹൃദയത്തോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ശുശ്രൂഷ ചെയ്യുന്നതിന് അങ്ങേ പ്രസാദിപ്പിക്കുന്നത് ഞങ്ങൾക്ക് നിങ്ങളുടെ കർത്താവ് വിശ്വമിഷയാകുമ്പോൾ മഹോന്നത ഭാഗ്യത്തിന് യോഗ്യരാക്കുന്നതിന് ഇടയാകണമേ. കർത്താവായ ദൈവമേ, എല്ലാവരും വിശ്വാസത്തോടുകൂടെ തിരുവളാത്തിന് വളരുവാൻ ഇടയാക്കണമേ. പാപിയും ഐകുരമായ ഈ ദാസരെയും ഇവിടുത്തെ മനസ്സിലെല്ലാവരെയും തിരുസഭയിൽ കൃപയും കണ്ടെത്തുവാൻ യോഗ്യരാക്കണമേ. അങ്ങയുടെ കൃപയാൽ ഭൂമിയുടെ ഫലങ്ങളെയും കാലാവസ്ഥയും വാത്സല്യത്തിന്റെ ഗുണങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവ് വിശ്വാസത്തിൽ നിന്ന് മരിച്ചുപോയ ഈ സമയത്തിൽ പ്രവേശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് പിതാവായ ദൈവമാണെന്ന് നാം എല്ലാ വർഷം അറിയണമെന്നും അങ്ങനെ രക്ഷപ്പെടുന്നു അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. അങ്ങനെ ദൈവത്തിന്റെ കർത്താവാണ് സൃഷ്ടിക്കപ്പെടാത്തത്.
സ്വർഗ്ഗത്തിന്റെ സൃഷ്ടാവുമായ പിതാപുത്രനും പരിശുദ്ധ ദൈവമാണെന്ന് പറയട്ടെ. പക്ഷെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിനും ദൈവജനവും വിശ്വസിച്ചില്ല. പ്രതിരിച്ചതിൽ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും സകലതും പൂർത്തീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്തുകൊണ്ട് അവിടുന്ന് ദൈവദർശനത്തിന്റെ ദാതാവും അതെല്ലാവരും ഗ്രഹിക്കട്ടെ. കർത്താവിൽ ആരാധ്യനായ ദൈവമേ, പ്രവർത്തന ഫലമായി സ്തോത്രബലി കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളിൽ സംപ്രീതനാകണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെ കുർബാനയെ നിറഞ്ഞി വസിക്കട്ടെ. ഈ അപ്പത്തിലും ഈ കാസയിലുമാണ് ദിവസിച്ച് ഇവയെ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിൽ ആശീർവദിക്കുകയും പവിത്രമാക്കുകയും മുദ്രിതമാക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ നാമത്തിന് ശക്തിയിൽ അപ്പം വികാസിയുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ. ഭക്ഷിക്കുകയും കാസമാരുന്ന കടകളെ പ്രതി പാപങ്ങളെ മോചനവും ഒരുപോലെ പ്രത്യാശിക്കും ആചര്യത്തിൽ വിശ്വസിക്കാൻ നിത്യവർത്തനം കാരണമാകട്ടെ. സൗഭാഗ്യം അനുഭവിക്കുവാൻ എല്ലാവരെയും അങ്ങ് യോഗ്യരാക്കട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും എല്ലാവരും ഒരുമിച്ച് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും യോഗ്യമാവിനും സ്തുതിക്കുകയും ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്ത്രീകവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയത് ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവരും ഭക്തിയാദരങ്ങളോട് സമീപിക്കാം. അനന്താമത്തോട് വാക്കിന ക്ഷണത്തോടെ അപരാധങ്ങൾ പെരുതെറിഞ്ഞും പാവം വെച്ച് വശാദിപ്പിച്ചും സഹോദരന്റെ അടുക്കൽ ശിക്ഷം കൊണ്ട് നമുക്ക് സ്ഥലത്തിന്റെ ആത്മായ ദൈവത്തോട് കൃപയും പാപവും വെച്ചും യാചിക്കുകയും ചെയ്യാം. ഉന്നതങ്ങളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും ഉപദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം.
കർത്താവായ ദൈവമേ, കാരണങ്ങളും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസ സംഘത്തിൽ എപ്പോഴും നിർമ്മല ഹൃദയവും പ്രസന്നവതര നിഷ്കളങ്കരമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ചായി പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടി. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ശംശിഹായുടെ കൃപാവനും അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. തലമുറത്തോടും നിന്റെ പ്രവർത്തനം
പരിശുദ്ധാത്മാവിന്റെ കൃപകടത്താൽ സ്ഥിരവും പശുതവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമർപ്പിച്ച് പങ്കുകൂടാൻ യോഗ്യരായിക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവിടെ ദാതമായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ.
കർത്താവായ ദൈവമേ, മിശിഹായ ലോകരക്ഷകനായി ഞങ്ങൾക്ക് നൽകിയ അങ്ങയുടെ സ്നേഹത്തിനെതിരെ ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ എന്നും അങ്ങയുടെ സജീവ സാക്ഷികളായി തീരണം. അങ്ങയുടെ ദാനത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. Christ, who is our Lord and God, King and Savior and life giver in His mercy, has made us worthy to receive His sanctifying and precious body and blood. May He bless us so that we may please Him through our thoughts, words and deeds. Lord, in your immense mercy, may the covenant we have received from you be for the remission of debts and for the forgiveness of sins. The great hope of the resurrection of the dead and new life everlasting in heaven, with all those who found favor in your presence, Lord of all, forever. Amen. Bless us, Lord. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ വീരോടു നമ്മിൽ വർഷിച്ചു. സ്വലോകത്തിൽ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും എൻ്റെ പാനം ചെയ്യും മാനവരിൽ നിവസിക്കും. അവരിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവരിൽ ഞാൻ അന്തിമദിവസം ഉയർപ്പിക്കും. നിത്യായോത്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അഖിലക്കും ദൈവം കനിവാരുളത്തി ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകി അനുഗ്രഹമരുളത്തെ ദൈവം കരുണയോടെ ജീവൻ നൽകും ദൈവികമാ ശുദ്ധി
നീയഴും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വനനിര ചൊല്ലിയെത്തി കുരിശടയാളം വഴിയാം സംരക്ഷിതരാൽ തീരട്ടെ മുദ്രിതരാൽ ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. So please kindly sit for a moment. നമ്മളിപ്പോൾ പിതാവിന് ഒക്കെ കൊടുക്കുകയും അതുപോലെ തന്നെ ഷോളും മെമന്റോയും കൊടുത്ത് ആദരിക്കുന്നു. അതിനുശേഷം പിതാവ് പറഞ്ഞ പോലെ ജൂബിലി ഇയർ നമ്മുടെ രൂപതയിലും ജൂബിലി ഇയർ ആരംഭിച്ചിരിക്കുകയാണ്. ജൂബിലി ഇയറിൻ്റെ ലോഗോ അവരുടെ പിതാവ് ഇപ്പോൾ തന്നെ പ്രകാശനം ചെയ്യുകയും ചെയ്യും. അതിനെ തുടർന്ന് പിതാവ് ഭക്ഷണം വെച്ചിരിക്കുന്നു. അതിനുശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കുവാനായിട്ട് തൊണ്ടപ്പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുകയാണ്. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം അല്പസമയമായിരിക്കുകയും ചെയ്യുകയാണ്. Your Excellency, we are honored to have you in front of us, among us. We are very thankful for your grateful presence as well as the message that you have shared with us. So in order to honor your presence, we would like to, as a token of love, we would like to give you a small gift. So I invite Reverend Father Chesto to kindly come forward and present His Excellency with a bouquet. I invite Reverend Father Sajesh to kindly come forward and present His Excellency with a memento. Finally, our foreign vicar, Reverend Father Biju, kindly present His Excellency with the vesting shawl. ഇപ്പോൾ വരുന്ന പിതാവ് ഈ വർഷത്തെ ജൂബിലി ഇയറിന്റെ ലോഗോ അൺവെയിൽ ചെയ്യുന്നതായിരിക്കും. Your Excellency, this is the logo of the Jubilee year that you mentioned in your sermon, the Jubilee year 2025. So on behalf of everyone gathered over here, we would like you to unveil the logo and inaugurate the Jubilee year 2025. Your Excellency, could you kindly bless the logo and we will publish it over there. Thank you. May Almighty God bless this logo and may it be a source of inspiration for all of us during the year 2025. May Almighty God bless it. In the name of the Father, Son, and the Holy Spirit. Amen. Kindly stand as we bless the food. Lord Jesus, as we have gathered here to partake in the food, a meal was very important for you as you gathered your disciples and friends. And the meal is also a strength for all of us. May it strengthen us as we carry on our work, especially during the Jubilee year 2025. May Almighty God bless this food in the name of the Father, and of the Son, and of the Holy Spirit. Amen. So once again, thank you, His Excellency, for your presence and your witness. Let's give a round of applause to our dear Excellency for his witness and great for us. His presence made the day more joyful and graceful. And we pray for your intentions. We are always with you, His Excellency. ഒരു നിമിഷം നമുക്ക് ഇരിക്കാം.
പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി ഈ ഫൊറോന ദിനത്തിൻ്റെ സമാപന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഏറെ സ്നേഹത്തോടുകൂടെ എല്ലാം നന്ദി പറയുകയാണ്. ഈ കാലം അത്രയും നമ്മൾ ഒരു വർഷത്തോളം അതിനുവേണ്ടി ഒരുങ്ങുകയായിരുന്നു. നമ്മളെല്ലാ ഇടങ്ങളിലും പ്രാർത്ഥനകൾ ചൊല്ലി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിവിധമായ കമ്മിറ്റികൾ, അതുപോലെ കൺവീനേഴ്സ്, ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് എല്ലാവരും വളരെ മനോഹരമായിട്ട് ഭംഗിയായിട്ട് ഉത്തരവാദിത്വം ചെയ്തു. അതിൽ സഹകരിച്ച ഈ ഫൊറോനയിലെ എല്ലാ കുടുംബങ്ങളും എല്ലാവരും ആത്മാർത്ഥമായിട്ട് സാന്നിധ്യത്തിനും സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കും സഹായത്തിനും ഒരിക്കൽ കൂടി എല്ലാ അച്ഛന്മാരുടെ പേരിലും ഏറെ സ്നേഹത്തോട് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് കമ്പയർ നടത്തിയ സ്റ്റാൻറ്റണിയും അതുപോലെ റഹീനെയും ഏറെ നന്ദി ഈ അവസരത്തിൽ അർപ്പിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ കൂട്ടായ്മ എന്നും ഉണ്ടാകട്ടെ. ഈ ആഘോഷം ഇവിടെ അവസാനിക്കാതെ തുടർന്നും നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലയിലും എപ്പോഴും ഈ ഒരു കൂട്ടായ്മയും ഒരുമയും വിശ്വാസ വിശ്വസ്തയും ഒരുമിച്ച് നമ്മുടെ ഓരോ ദിവസവും മുമ്പോട്ട് ഉണ്ടാകട്ടെ. അതൊരിക്കൽ കൂടി സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയും എല്ലാ പ്രാർത്ഥനകൾക്കും സ്നേഹത്തിനും എല്ലാവരുടെയും നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവ് എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു, അതുപോലെ ഒന്നിച്ച് സന്തോഷത്തോടുകൂടി പ്രോഗ്രാമൊക്കെ പങ്കെടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കുക, ഒന്നിച്ച് ഭക്ഷിക്കുക. ഭക്ഷണം കഴിക്കാതെ ആരും പോകരുത് എന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം താനെ ഫൊറോന വെച്ചപ്പോൾ അച്ഛന്മാരുടെയും ഭാഗത്തുനിന്നും എല്ലാവരുടെയും ഭാഗത്തുനിന്നും നമ്മൾ ഇന്നത്തെ ദിവസം സന്തോഷത്തോടുകൂടി പങ്കുകൊള്ളാനാണ് ആഗ്രഹം. അതുകൊണ്ട് ഭക്ഷണം മേടിച്ച് നിങ്ങളുടെ സൗഹൃദങ്ങൾ പങ്കുവെച്ചിട്ട് പോകണം. വർഷത്തിന് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്ന 5 കൗണ്ടറുകളാണ്. 3 കൗണ്ടർ വലതുവശത്ത് പന്തലിൽ, അവിടെ ഒരു കൗണ്ടർ വെജിറ്റേറിയൻ ഇതാണ്, വെജ് മീൽ ആരെങ്കിലും കഴിക്കുന്നവർക്ക് അവിടെയാണ് ഒരുക്കിയിരിക്കുന്നത്. ബാക്കി 2 കൗണ്ടർ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ അവിടെ ഹോളിലാണ്. ഭക്ഷണം മേടിച്ചതിന് ശേഷം അവിടെ എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ ഇവിടുത്തെ പന്തലിന്റെ സൈഡിലും ഒക്കെ ഇരുന്ന് സന്തോഷത്തോടുകൂടി എല്ലാവരും ഭക്ഷണം പങ്കുവെക്കണം എന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും ലെഫ്റ്റ് സൈഡിൽ ഇവിടെയാണ് ഭക്ഷണം ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഭക്ഷണം സ്വീകരിച്ച് കഴിച്ച് സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോകണം. അതിന് മുന്നോടിയായി ഈ ഭക്ഷണത്തിന് ഇന്നത്തെ ദിവസങ്ങൾ ഈ പ്രോഗ്രാമിൽ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്ത 4 പള്ളിയിൽ നിന്നും ഉള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ വാഗല എസ്റ്റേറ്റിൽ നിന്നും മനോജ് ജോസഫിനെയും, തിരുവനന്തപുരയിൽ നിന്ന് KP ജേക്കബ് ചേട്ടനെയും, വത്തക്കനടുന്ന് NO സ്റ്റീഫൻ ചേട്ടനെയും, താനയിൽ നിന്ന് വർഗീസ് മകൾ ചേട്ടനെയും അവരുടെ ടീം അംഗങ്ങളെയും ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അവരുടെ കഷ്ടപ്പാടും അവരുടെ സമയങ്ങളും ഒക്കെ നമുക്ക് വേണ്ടി അവർ മാറ്റിവെച്ചു. നമുക്ക് അവരെ നന്ദിയോടുകൂടി ഓർക്കാം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് രസം കാറ്റേഴ്സ് ആൽബർട്ട് ഐറോഡിയാണ്. അവരുടെ ടീം അംഗങ്ങളെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. Your Excellency, we will be having a group photo. So, could you kindly join us to having a group photo? After the group photo with all the priests, I request all the NOCR team, the entire NOCR team, to come forward and have the group photo along with the bishop. Thank you.